ആണെങ്കിലും സപ്പോർട്ട് ഇല്ലാണ്ട് എനിക്ക് ഇതിനെ നെഞ്ച താഴോട്ടായതുകൊണ്ട് എനിക്ക് സപ്പോർട്ട് ഇല്ലാണ്ട് പറ്റത്തില്ല. എനിക്ക് ഒരു കൈ എപ്പോഴും എന്റെ കാലിൽ എവിടെയെങ്കിലും പിടിച്ചോ ഇരിക്കാൻ പറ്റത്തില്ല. ഇതിലെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുള്ളിക്കാരൻ ഫ്രോഡാണ്. ഇവരുടെ ചലഞ്ചിനകത്ത് ഈ പുള്ളിക്കാരൻ നേരെ ഇരിക്കുന്നുണ്ട്, ഈ പുള്ളിക്കാരൻ അനങ്ങുന്നുണ്ട്. അവനെ അന്ന് കണ്ടപ്പോഴും ഞാൻ വിളിച്ചു അവൻ ഫ്രോഡാണെന്ന്. എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയ വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. അപ്പോൾ പ്രധാന വിഷയത്തിലേക്ക് കിടക്കുന്നതിന് എപ്പോഴും നമ്മൾ പറയുന്നതാണ്, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആ സബ്സ്ക്രൈബ് ബട്ടൺ നോക്കിയിട്ട് പ്ലക്കനെ എന്നൊരു ക്ലിക്ക് വെച്ച് കൊടുത്തിട്ട് നമ്മുടെ വീഡിയോ മുന്നോട്ട് കാണുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുന്നവർ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. കൂടുതലായിട്ടിപ്പിക്കുന്നില്ല, നേരെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കാം. നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരിക്കകത്ത് ജ്യോതി എന്ന് പറയുന്ന ഒരു കുട്ടി വരികയും ആ കുട്ടി ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുകയും ചെയ്തു. ഈ കുട്ടി കാഴ്ചവെച്ച പെർഫോമൻസിനകത്ത് ഈ കുട്ടി അതിനുശേഷം അതിന് മുമ്പ് പറയുന്നുണ്ട്, അദ്ദേഹം ആ പെൺകുട്ടി പ്രണയിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ഒരു ആക്സിഡന്റ് പറ്റി ശരീരത്തിന് താപ്പൊക്കെ തളർന്നു കിടക്കുകയാണ്, പാരലൈസ്ഡ് ആണ്. ആ പുള്ളിക്കാരനാണ് കെട്ടാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞ് ഇവരുടെ ഒരു പ്രണയമൊക്കെ കാണിച്ചു. ഈ പ്രണയത്തെ നമ്മളെടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നിലവിൽ ഉയർന്നു വരുന്ന ഒരു അലിഗേഷൻ എന്ന് പറഞ്ഞാൽ ഈ ചെറുപ്പക്കാരൻ ഫ്രോഡാണ്. ഈ ചെറുപ്പക്കാരൻ ഉടായ്പാണ്. ഈ ചെറുപ്പക്കാരൻ ഒരു പ്രശ്നവുമില്ല, ഈ ചെറുപ്പക്കാരൻ നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി ചെയ്യുകയാണ് എന്നാണ് പറയപ്പെടുന്നത്. ആദ്യം നമുക്ക് ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരിക്കാത്ത ആ കുട്ടി വന്നൊന്ന് കാണാം. നിങ്ങൾക്ക് ആളാരാന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി മാത്രം, മൊത്തം ഒന്നും കാണിക്കുന്നില്ല. അനസ്തേഷ്യോളജിസ്റ്റ് ആയിരുന്നു, ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല. ഒരു ആക്സിഡന്റ് പറ്റിയിട്ടിരിക്കുക. കഴിഞ്ഞ വർഷം ഞാൻ വന്നപ്പോഴേ ആയിരുന്നു, ഇപ്പം ഒന്നും ചെയ്യുന്നില്ല വീട്ടിൽ. ആക്സിഡന്റ് ഒരു പ്രൈവറ്റ് ബസ് വന്ന് ഇടിച്ചതാ. എന്നിട്ട് സ്പൈനൽ കോഡ് ഇഞ്ചുറി പറ്റിയേക്കുക. സ്പൈനൽ കോഡ് ഇഞ്ചുറി പറ്റിയിരിക്കുക. അതിന്റെ ട്രീറ്റ്മെന്റിൽ വല്ലതാണോ? ട്രീറ്റ്മെന്റിലാണ്. നെഞ്ചിന് താഴോട്ട് പാലൈസ്ഡ് ആണ്. ഓക്കെ, ഇതാണ് സംഭവം. യദു എന്ന് പറയുന്നതാണ് അദ്ദേഹത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോ ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതിനുശേഷം ഇവരൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി. ഇവർ രണ്ടുപേരും ചേർന്ന് നിന്ന് പല വീഡിയോസ് ഇട്ടു, ഇവരുടെ കാര്യങ്ങൾ സംസാരിച്ചു, ഇവർ പലതരത്തിലുള്ള ചലഞ്ചുകൾ ഇട്ടു. വളരെ എന്റർടൈനിങ് ആയിട്ട് ആ ചാനൽ മുമ്പോട്ട് പോകുന്നു. ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, ഞാൻ സ്ഥിരം കാണുന്ന ചാനലാണത്. ഇപ്പൊ നിലവിൽ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുള്ളിക്കാരൻ ഫ്രോഡാണ്. ഇവരുടെ ചലഞ്ചിനകത്ത് ഈ പുള്ളിക്കാരൻ നേരെ ഇരിക്കുന്നുണ്ട്, ഈ പുള്ളിക്കാരൻ അനങ്ങുന്നുണ്ട്. അവനെ അന്ന് കണ്ടപ്പോഴും ഞാൻ വിളിച്ചു അവൻ ഫ്രോഡാണെന്ന് എന്ന് പറഞ്ഞിട്ട് ഒരു സമൂഹം വന്നിട്ടുണ്ട്. ഇതിനൊരു എക്സ്പ്ലനേഷനായിട്ട് പുള്ളിക്കാരനും പുള്ളിക്കാരിയും ജ്യോതിയും യദുവും വന്നിട്ടുണ്ട്. നമുക്ക് അതൊന്ന് കണ്ടു നോക്കാം. ഇല്ല, അപ്പൊ ഈയിടെ ഫേസ്ബുക്ക് നോക്കിയപ്പോഴും അങ്ങനെയൊക്കെ നോക്കിയപ്പോഴാണ് ഞാൻ ഇന്നലെ കാണുന്നത്, ഇയാൾക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നുണ്ടല്ലോ, ഇയാൾക്ക് ഇങ്ങനെ ഇരിക്കാൻ ഫോട്ടോ ആണ്. നമ്മുടെ ഇവിടെ ഗെയിം ചലഞ്ച് നടത്തിയിട്ടുണ്ടായിരുന്നു യൂട്യൂബിനകത്ത് വീഡിയോ. അപ്പം അതിനകത്ത് ഗെയിം ചലഞ്ചിനകത്ത് ഇങ്ങനെ ചരിഞ്ഞിരിക്കുന്നുണ്ട്. അത് ഞാൻ ഈ ചമ്പ്രം മണഞ്ഞിരിക്കാന്നല്ലേ പറയുന്നത്. ചമ്പ്രം മണഞ്ഞിരുന്നിട്ട് ഞാൻ ഒരു കൈ കൊണ്ട് എനിക്ക് സപ്പോർട്ട് ചെയ്ത് എനിക്ക് ഇരിക്കാൻ പറ്റത്തില്ല. അല്ലാണ്ട് എനിക്ക് ചുമ്മാ കൈ വിട്ട് ഇരിക്കാൻ എനിക്ക് പറ്റത്തില്ല. അത് വീഡിയോ കാണുമ്പോൾ ത്രൂ ഔട്ട് കാണുമ്പോൾ എനിക്ക് മനസ്സിലാവും. അതുപോലെ എന്ത് കാര്യത്തിനാണെങ്കിലും സപ്പോർട്ട് ഇല്ലാണ്ട് എനിക്ക് ഇതിനെ നെഞ്ച താഴോട്ടായതുകൊണ്ട് എനിക്ക് സപ്പോർട്ട് ഇല്ലാണ്ട് പറ്റത്തില്ല. എനിക്ക് ഒരു കൈ എപ്പോഴും എന്റെ കാലിൽ എവിടെയെങ്കിലും പിടിച്ചോ ഇരിക്കാൻ പറ്റത്തില്ല. ഇതുപോലെ കള്ളത്തരം പറഞ്ഞിട്ട് വന്നിരുന്നു. അതെ, കുറെ പേര് ഇപ്പൊ ഇങ്ങനെ പറഞ്ഞോണ്ട് അത് എനിക്ക് എന്തോ ഒരു ഭയങ്കര ഹേർട്ട് ആവുന്ന ഒരു സംഭവമായി പോയി. എനിക്ക് കള്ളത്തരം പറഞ്ഞോണ്ട് എനിക്ക് ഇങ്ങനെ ചെയ്യേണ്ട കാര്യം എന്തുവാ? അതിന്റെ ആവശ്യമൊന്നുമില്ല. സ്പൈനൽ കോഡ് ഇഞ്ചുറി പേഷ്യൻസിന് എനിക്കൊന്ന് കൂടുതൽ അറിയാൻ പറ്റും. ഇത് റിയാക്ഷൻ, ഇത് സ്പൈനൽ കോഡ് ഇഞ്ചുറിയാണ് ഇദ്ദേഹത്തിന് സംഭവിച്ചത്. സംഭവിച്ചെന്ന് പറഞ്ഞാൽ നെഞ്ചിന് കീപ്പോട്ട് തളർന്നു പോയൊരു സാഹചര്യമാണ് ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ഇദ്ദേഹം സഞ്ചരിക്കുന്നത് വീൽ ചെയറിലാണ്. ഇദ്ദേഹം വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ജീവിതത്തെ സ്ട്രഗിൾ ചെയ്യുന്നത്. ഇങ്ങനെ ഒരാള് എനിക്ക് വയ്യ എന്ന് പറഞ്ഞ് കള്ളം പറയുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ ചെയ്യുന്നവരുണ്ട്, പക്ഷെ ഇവരങ്ങനെയാണെന്ന് എനിക്കൊരിക്കലും ഫീൽ ചെയ്തിട്ടില്ല. കാരണം വളരെ ജെന്യൂൻ ആയിട്ടുള്ള രണ്ടുപേരായിട്ടാണ് ഇവരെ കാണുമ്പോഴത്തേനും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി ഇവരെ ഈ ആൾക്കാർക്ക് ഇങ്ങനെ തോന്നാനുണ്ടായ കാരണം നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പേര് ഇത്തരത്തിൽ അവർക്ക് പ്രശ്നമൊന്നുമില്ല, പിന്നെ ജനത്തിന്റെ ഒരു പിന്തുണ കിട്ടണം, ജനത്തിന്റെ ഒരു സപ്പോർട്ട് കിട്ടണം എന്നുള്ളത് കൊണ്ട് ഇത്തരത്തിൽ ഫ്രോഡ് കാണിക്കുന്ന പല ആളുകളുണ്ട്. ബേസിക്കലി ഇത്തരത്തിലൊരു ഇഞ്ചുറി പറ്റി അല്ലെങ്കിൽ ഒരാളുടെ ശരീരത്തിൽ അയാൾക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ട്, അയാൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് പുറത്തിരുന്ന് കാണുന്നത് നമുക്കറിയാൻ പറ്റില്ല. ആ യദുവിന് ഒരു പക്ഷെ അങ്ങനെ ഇരിക്കാൻ സാധിക്കുമായിരിക്കും, യദുവിന് ഒരു പക്ഷെ പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുമായിരിക്കും. അപ്പൊ അല്ലെങ്കിൽ ഇത് പോട്ട് ആ പുള്ളിക്ക് അങ്ങനൊന്നും പറ്റത്തില്ലെന്ന് തന്നെ വിചാരിച്ചു. പുള്ളി റിക്കവറിങ് സ്റ്റേജിലായിരിക്കും, പുള്ളി റിക്കവർ ആയിട്ട് വരട്ടെ. അതിനിവിടെ ആർക്കാണ് ഇത്ര പ്രശ്നം? അപ്പൊ ഞാൻ ഇവരുടെ വീഡിയോസ് റെഗുലറായിട്ട് കാണുന്ന ഒരാളാണ്. കണ്ടതിൽ നിന്നും എനിക്ക് ഇവരുടെ വീഡിയോ തോന്നിയ ഒരു പോരായ്മ എന്ന് പറഞ്ഞാൽ ഇവരുടെ ഇല്ലായ്മ പല ചാനലുകളിൽ അവതരിപ്പിക്കുന്നുണ്ട്. അത് എനിക്ക് തോന്നിയ പോരായ്മ കേട്ടോ, അത് തെറ്റാണെന്നല്ല, ഇല്ലായ്മകൾ അവതരിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അവതരിപ്പിക്കുന്നതുകൊണ്ടായിരിക്കണം പല ആളുകൾക്കും ഇവർ പൈസ തട്ടാൻ വേണ്ടി ഇല്ലാത്ത ഉടായ്പ കാണിക്കുകയാണ് എന്നൊരു സാധനം തോന്നിയത്. ഇവരൊരിക്കലും ഒരു ഫ്രോഡാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഒരു വ്യക്തിയുടെ അവസ്ഥ. അയാൾക്ക് ശരിക്കും ശാരീരികമായ ഒരു പ്രശ്നമുണ്ട്, അയാൾ ഒരു ഡിസബിലിറ്റിയിൽ ഇരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു സ്പെഷ്യലി ഏബിൾഡ് ആയിട്ട് ഇരിക്കുകയാണ്. അയാൾ വന്നിട്ട് നാട്ടുകാർ മൊത്തം പറയുന്നത് ഇവ ഉടായ്പ എന്ന് പറയുന്നത് സ്വന്തമായിട്ട് ഇല്ല, എനിക്കിങ്ങനെ അസുഖമാണ്, എനിക്ക് വയ്യ, ഇതാണ് എൻ്റെ സാഹചര്യം എന്ന് അയാൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ എന്തൊരു അവസ്ഥയായിരിക്കും അത്. ആ വ്യക്തി അദ്ദേഹത്തിന് അങ്ങനെ ഒരു ആക്സിഡന്റ് നടന്നപ്പോഴത്തേനും ആ ഒരു വിഷയം അല്ലെങ്കിൽ നടന്ന ആ ഒരു ആക്സിഡന്റ് മറക്കാനായിട്ട്, അങ്ങനെ ഒരു വിഷയം മറക്കാനായിട്ടാണ് പലരും ശ്രമിക്കുന്നത്. അതിനെ കുത്തി അയാളെ കൊണ്ട് അത് പറയിച്ച് അതെല്ലാം റീകളക്ട് ചെയ്യിച്ച് അവരെ മെന്റലി
എന്ത് പറയാനാണെന്ന് പറയാം. ബേസിക്കലി ഞാൻ പറയുന്നത് നിങ്ങൾ ഈ കമന്റ് ബോക്സ് ഒന്നും വായിക്കാനേ പാടില്ല. നിങ്ങൾ നിങ്ങളായിട്ട് വീഡിയോ ചെയ്യുക, സെറ്റ് ചെയ്യുക, നിങ്ങൾക്ക് തോന്നുന്ന പോലെ നിങ്ങൾ മുന്നോട്ട് വരിക. നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആളുണ്ട്. ഇദ്ദേഹം എഴുന്നേക്കണം, ഇദ്ദേഹം നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആളുണ്ട്. ഞാനും അതുപോലെ ഒരാളാണ്. പ്രത്യേകിച്ച് പല ആളുകളും ഇങ്ങനെ ഒരു ഡിസേബിലിറ്റി വരുമ്പോഴത്തേനും പ്രണയിച്ച ആളെ വിട്ടിട്ട് പോകുമ്പോഴത്തേനും ഇവർ പെയറായിട്ട് ഒന്നിച്ച് നിന്ന് ഇതിനെ പോരാടാൻ തീരുമാനിച്ചത് വളരെ നല്ലൊരു കാര്യമാണ്. അങ്ങനെ സമയത്ത് ഇവരെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ വേണ്ട, ഉപദ്രവിക്കാതിരിക്കൂ. ഇനി ഇവർ ആ വന്ന നെഗറ്റീവ് കമന്റുകൾ പറയുന്നുണ്ട്. ആദ്യം ഞാൻ ആ നെഗറ്റീവ് കമന്റ് ഒന്ന് വായിക്കാം കേട്ടോ. നെഗറ്റീവ് കമന്റ് എന്ന് പറഞ്ഞ ഇതാണ്: ഇയാൾക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റുമോ? അയാൾക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റും. ഇയാൾ സ്പൈനൽ കോഡ് ഇഞ്ചറി വന്നു, നടക്കാൻ പറ്റാത്ത ആളല്ലേ, ഇപ്പോൾ മാറിയോ? മാറിക്കൂടായി ഇല്ലല്ലോ, റിക്കവറിങ് സ്റ്റേജ് ആണ്. ചിലപ്പോൾ റിക്കവർ ആവും, ചിലപ്പോൾ അയാൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്തൊക്കെ ചെയ്യാൻ പറ്റില്ല നമുക്കറിയില്ലോ. അപ്പൊ നമ്മൾ ചോദിക്കുമ്പോൾ ഇവർ പറയും, നിങ്ങൾ ചോദിച്ചതിന് അവർ ഉത്തരം പറയുന്നുണ്ട്. ഇയാൾ ഫ്രോഡാണോ എന്ന് എനിക്ക് അന്നേ സംശയം ഉണ്ടായിരുന്നു. അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന യദു ജ്യോതി ഇവരുടെ പോസ്റ്റിൽ വന്ന കമന്റ് ആണ് ഇതൊക്കെ. യദു ബെഡിൽ കാലുകൾ മടക്കി നോർമലായ ഒരാൾ ഇരിക്കുന്ന പോലെ ഒരു വീഡിയോ ആണ് പോസ്റ്റിൽ എന്ന് പറയുന്നുണ്ട്. അതായത് ആൾ ഇരിക്കുന്നത് കണ്ടിട്ടാണ് പ്രശ്നം ഉണ്ടായെന്ന് പറയുന്നു. ഇനി ഇതിനെക്കുറിച്ച് യദുവും ജ്യോതിയും പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം. കാര്യമൊന്നുമില്ല. ഞാൻ ഇതിന്റെ അകത്ത് എന്റെ റിപ്പോർട്ടും എന്റെ MRIയും എന്റെ എക്സ്റേയും, എനിക്ക് പെൽവിക് ഫ്രാക്ചർ ഉണ്ടായിരുന്നു, എനിക്ക് സ്കാപ്പുല ഫ്രാക്ചർ ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ പറയുന്നുണ്ട് കുറെ ബെറ്റർ ആയെന്ന് പറയുന്നുണ്ട്. ഇപ്പൊ ഇത്രത്തോളം ആയി നമ്മൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ അങ്ങനെ കള്ളത്തരം പറയുന്ന കാര്യമില്ല. എല്ലാരും പറയുന്നുണ്ട്. ഇപ്പൊ ഞാൻ പറയട്ടെ, നമ്മുടെ ഇത് മാറാനായിട്ട് പ്രാർത്ഥിക്കുന്ന കുറെ പേരുണ്ട്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു ഇമ്പ്രൂവ്മെന്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അത് പറയാനേ നോക്കത്തുള്ളൂ. കാര്യം എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കും അതിലെ സന്തോഷം. ഞങ്ങൾ ഇങ്ങനെ ജീവിക്കണം എന്ന് സ്വപ്നം കണ്ടവരല്ല. ഇങ്ങനെ ജീവിക്കാൻ സ്വപ്നം കാണത്തുമില്ല. പിന്നെ അതുകൊണ്ട് നമ്മളത് മറച്ചു വെച്ച് നിൽക്കേണ്ട കാര്യമില്ലല്ലോ. സ്വാഭാവികമായിട്ടും ഇങ്ങനൊരു ജീവിതം മുന്നോട്ട് പോകാൻ ആരും ആഗ്രഹിക്കത്തില്ല. പക്ഷെ നിങ്ങൾക്ക് കിട്ടിയ ലൈഫാണ് ദ ബെസ്റ്റ് ലൈഫ് എന്ന് പറയുന്നത്. കാരണം നിങ്ങൾക്ക് ഒരു വയ്യായിക വന്ന സമയത്തും നമ്മൾ ഇന്നത്തെ സമൂഹത്തിൽ കണ്ടുവരുന്നത്, ഒരാൾക്കൊരു വയ്യായിക വരുമ്പോഴത്തേനും പലരും അയാളെ സ്പോട്ട് ചെയ്ത് അയാളെ കുറെ കുറ്റപ്പെടുത്തി ഇട്ടിട്ട് പോകാനുള്ള സാധ്യത നോക്കുകയാണ്. ആ സമയത്ത് ഇന്ന് ഈ നാട്ടിൽ പലർക്കും കിട്ടാത്ത ഒരു സ്നേഹം എന്ന് പറയുന്ന ഒരു ഫാക്ടർ നിങ്ങൾക്കിടയിലുണ്ട്. അതാണ് നിങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്. അതുമായിട്ട് മുമ്പോട്ട് പോവുക. ഈ നെഗറ്റീവ് കമന്റുകളൊന്നും മൈൻഡ് ചെയ്യണ്ട. ഇപ്പൊ എനിക്ക് പറഞ്ഞ അവസ്ഥ ഓർത്തിട്ടാണ് വിഷമം തോന്നുന്നത്. വയ്യാതിരിക്കുന്ന ഒരു സാഹചര്യം, ഇവര് പലതിനും അവരുടെ ജീവിതത്തിൽ നടന്ന പല നെഗറ്റീവുകളും മറന്ന് സന്തോഷത്തോടെ മുന്നോട്ട് പോകുമ്പോഴത്തേനും പല ആളുകളെയും വിശ്വസിപ്പിക്കാൻ വേണ്ടി, സംതൃപ്തിപ്പെടുത്താൻ വേണ്ടി, ഇതാണ് എൻ്റെ മെഡിക്കൽ റിപ്പോർട്ട്, ഇതാണ് എൻ്റെ എക്സ്റേ, ഇതാണ് എൻ്റെ MRI, എനിക്ക് ശരിക്കും ഇതാണ് പ്രശ്നം, ഇതാണ് എൻ്റെ ഇഷ്യൂ എന്ന് പറഞ്ഞ് അയാൾക്ക് ഓർക്കാൻ ആഗ്രഹമില്ലാത്തൊരു സാധനത്തിനെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, അതിനെക്കുറിച്ച് പറയിപ്പിക്കുന്നു, ആ ഒരു ഡ്രാമയിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവിടുന്നു എന്ന് പറയുമ്പോൾ വളരെ ശോകമാണ്. അല്ല, ബാക്കി കേൾക്കാം. ചെറുതായിട്ട് എന്തൊക്കെയാണ് പറഞ്ഞേക്കുന്നത് അത് കാണിക്കുന്നത്. ഞാൻ ജസ്റ്റ് അത് സ്ക്രീൻഷോട്ട് സ്ക്രീനിൽ കാണിക്കാം, അല്ലാണ്ട് കാണിക്കാം. അല്ല, കമന്റ്സ് എന്തൊക്കെയാണ് ഒന്ന് വായിച്ചേക്കാം. ഇയാൾക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റുമോ? അതിന്റെ ഉള്ള മറുപടിയാണല്ലോ പറഞ്ഞത്. ഇങ്ങനെ ഇരിക്കാൻ പറ്റുമോ? നമ്മൾ ചമ്രം പൂട്ടിയിരുന്നാണ് ചില നേരത്ത് ഭക്ഷണം കഴിക്കുന്നത്. അപ്പൊ ആഹാരം പ്ലേറ്റ് എടുത്ത് കൈയിരിങ്ങനെ ഒന്നെങ്കിൽ വീൽ ചെയറിലാണ് ഞാൻ മടി വെച്ചിട്ട് ഞാൻ കഴിക്കും. അഥവാ കട്ടിലും എല്ലാം ചമ്രം അല്ലെങ്കിൽ കൈ എന്റെ മുട്ടി വല്ലതും പിടിച്ചിട്ടായിരിക്കും ഞാൻ ഇരുന്ന് കഴിക്കുന്നത്. അപ്പൊ ഇതാണ് ആ നെഗറ്റീവ് കമന്റ്. ഇതുപോലത്തെ കുറെ കമന്റുകൾ വരുന്നുണ്ട്. സ്വാഭാവികമായിട്ടും നെഗറ്റീവ് കമന്റ് സോഷ്യൽ മീഡിയയിൽ ഫെയിം ആകുന്നതോറും വരും. അതൊന്നും നമ്മൾ കാര്യമായിട്ട് എടുക്കണ്ട. ഇതിനകത്ത് പുള്ളി പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഈ പുള്ളിക്കാരൻ ഇരിക്കുമ്പോഴത്തേനും ഒന്നെങ്കിൽ ഭിത്തിയിലേക്ക് ചാരി ഇരിക്കണം, അല്ലെങ്കിൽ കൈ വെച്ചിട്ട് കാലിൽ പിടിച്ചിരിക്കണം, ഈ ബോഡി പോവാതിരിക്കും. കാരണം ഇവിടുന്ന് ഇങ്ങോട്ട് പുള്ളിക്കൊരു ചെറിയ പ്രശ്നം ഉണ്ടെന്നുള്ള രീതിയിലാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അതാണ് പുള്ളിക്കാരൻ്റെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ. പുള്ളി അതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ചില സമയത്ത് ഈ കാലിങ്ങനെ വിറയ്ക്കും, ബലം പിടിച്ച പോലെ ആകും എന്നൊക്കെയുള്ള കാര്യം പറയുന്നുണ്ട്. ഇതൊന്നും പുള്ളി സ്വന്തം സ്റ്റിമുലേഷനിൽ ചെയ്യുന്നതല്ല. ഓട്ടോമാറ്റിക്കലി ബോഡി, ബ്രെയിൻ അങ്ങനെ പ്രവർത്തിക്കുമ്പോഴത്തേനും അങ്ങനെ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളാണെന്നൊക്കെയുള്ള രീതിയിൽ ആ വീഡിയോയിൽ പറയുന്നുണ്ട്. എത്രയും പെട്ടെന്ന് റിക്കവറായി പുറത്തേക്ക് വരിക, എത്രയും പെട്ടെന്ന് റിക്കവറായി പുറത്തേക്ക് വരണം. നിങ്ങൾ നല്ല രീതിയിൽ രണ്ടുപേരും മുന്നോട്ട് പോകണം. ഇനി ഇത് കുറച്ച് കാര്യങ്ങളോട് കേൾപ്പിച്ചിട്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. കള്ളത്തരം പറയണമെന്ന് കാര്യമില്ലല്ലോ, ആവശ്യമില്ല. കള്ളത്തരം കാണിച്ച് എനിക്ക് വീഡിയോ ഇടേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഈ അവസ്ഥയില് സത്യം പറഞ്ഞാൽ നമുക്കത്ര ഭയങ്കര സന്തോഷത്തോടെ ജീവിക്കുന്നവരൊന്നും അല്ല. നമ്മൾ എന്നിട്ട് അക്സെപ്റ്റ് ചെയ്ത് നമ്മൾ ഇത് വെച്ച് ഹാപ്പി ആകാൻ പറ്റുന്നതിന് മാക്സിമം ഹാപ്പി ആകാൻ പറ്റുന്നവരാണ്. ഇപ്പൊ എന്റെ ലൈഫിലാണെങ്കിലും അവരുടെ ലൈഫിലാണെങ്കിലും വിഷമങ്ങളുണ്ട്. ഇപ്പൊ എന്റെ ലൈഫിൽ എനിക്ക് ഇങ്ങനെ സിറ്റുവേഷൻ വന്നുകൊണ്ട് കുറെ കാര്യങ്ങൾ വിഷമമുണ്ട്. ഞാൻ ഇങ്ങനെ നടന്ന ഒരാളല്ല. ഒരാൾ ഭയങ്കര സന്തോഷമായിട്ട് കറങ്ങി നടന്ന സമയത്ത് പെട്ടെന്ന് അയാൾ വീട്ടിൽ തന്നെ ഇരുന്ന് പോകുക എന്ന് പറയുന്നത് വളരെ വിഷമമുള്ള കാര്യമാണ്. നന്നായിട്ടത് മനസ്സിലാക്കുന്ന ഒരാളാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന പല കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് ഇതേപോലെ തന്നെ ഒരു പ്രശ്നമൊക്കെ ആയിട്ട് ഞാൻ ഇരിക്കുകയാണ്. ഇതേപോലെ അല്ല കേട്ടോ, ചെറിയ പ്രശ്നം ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സാഹചര്യം നമുക്ക് മനസ്സിലാവും. അപ്പോൾ
അത്തരത്തിലൊരു പ്രശ്നം അനുഭവിക്കുന്ന ആൾക്ക്, നേരിടുന്ന ആൾക്ക്, ഇത് കാണുന്ന ആൾക്ക് അതിന്റെ സത്യം മനസ്സിലാകത്തുള്ളൂ. അവരെ വീണ്ടും വീണ്ടും ഇത് പറഞ്ഞ് ഉപദ്രവിക്കുന്ന ആളുകളോടാണ് നിങ്ങൾ അങ്ങനെ ഉപദ്രവിക്കാതിരിക്കുക. അവരവരുടെ കാര്യം നോക്കി നേരിട്ട് മുമ്പോട്ട് പോട്ടെ. ഇവിടെ ചില ആളുകൾ വന്നിട്ട് മക്കളെ നോക്കണം, പൈസ തായോ, നിങ്ങൾ നീ കൊണ്ട് തരുമോ എന്ന് ചോദിക്കുന്നതിലും അവരവരുടെ ഹാപ്പിനെസ് കണ്ടെത്തി അവരായിട്ട് വീഡിയോ ചെയ്ത് അവരൊരു ഇൻകം സോഴ്സ് ഉണ്ടാക്കി മുന്നോട്ട് പോട്ടെ. ഈ യദുവും ജ്യോതിയും എൻ്റെ വീഡിയോ കാണുകയാണെങ്കിൽ ആൾക്കാർക്ക് ഇങ്ങനെ തോന്നാനുണ്ടായൊരു കാരണം നിങ്ങളുടെ ഹാപ്പിനെസ് ആണ് പലരും കാണാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വലിച്ചിടുന്നതായിരിക്കാം പലർക്കും പ്രശ്നം ഉണ്ടാകും. തെറ്റല്ല കേട്ടോ, നിങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് പറയണമെന്ന് തോന്നി കഴിഞ്ഞാൽ പറയരുത്, ആരോട് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ടായിരിക്കാം പലർക്കും ഇങ്ങനെ തോന്നിയത്. നെഗറ്റീവ് കമന്റ് സോഷ്യൽ മീഡിയയിൽ ഫെയിം ആകുന്നതോറും വരുന്നൊരു സാധനമാണ്. അതിനെ മൈൻഡ് ചെയ്യാതിരിക്കുക, മുന്നോട്ട് പോവുക. എത്രയും പെട്ടെന്ന് റിക്കവറായി പൂർണ്ണ ആരോഗ്യത്തോടെ നിങ്ങളെ രണ്ടുപേരെയും ഒന്നിച്ച് എഴുന്നേറ്റ് നിന്ന് കാണാനായിട്ട് ആഗ്രഹിക്കുന്നു. എത്രയും പെട്ടെന്ന് അത് സാധ്യമാകട്ടെ. ഏതായാലും ഈ വീഡിയോ കാണുന്ന ആളുകൾ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കമന്റുകളായി രേഖപ്പെടുത്തുക. മറ്റൊരു ഡേറ്റാണ് വരാൻ. ബൈ.